ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ യാത്ര പഴയങ്ങാടിയിലുള്ള മാടായിക്കാവിലെ മാരിത്തെയ്യത്തെക്കുറിച്ച് കാണാൻ പോയതാണ്. ഉത്തര മലബാറിലെ വീടുകളിൽ ദുരിതങ്ങളും മഹാമാരിയും അകറ്റാനായി കെട്ടിയാടിക്കുന്ന സവിശേഷമായ ഒരു അനുഷ്ഠാന തെയ്യമാണ് മാരിത്തെയ്യം. മാരി എന്നാൽ വസൂരി, കോളറ തുടങ്ങി അടിയന്തര മഹാവ്യാധികളെയും ദുരിതങ്ങളെയുമാണ് സൂചിപ്പിക്കുന്നത്. കർക്കിടക മാസത്തിലെ പട്ടിണിയും പനിയും അടക്കമുള്ള രോഗപീഠകളും നാടുകടത്തുക എന്നതാണ് മാരിത്തെയ്യത്തിൻ്റെ സങ്കല്പം. മാരിത്തെയ്യങ്ങൾ കൂട്ടമായാണ് കെട്ടിയാടുന്നത്. 5 പ്രധാന കോലങ്ങളാണ് ഇതിലുള്ളത്. മാരിക്കല്യാടൻ, മാരിപ്പെണ്ണ്, മാരിരൂപൻ, മാരിഗുളികൻ, മാരിത്തോട്ടി എന്നിവയാണ് 5 എണ്ണം. തെയ്യക്കോലങ്ങൾക്ക് തെങ്ങിൻ്റെ കുരുത്തോല കൊണ്ടുള്ള വേഷവും പ്രത്യേക മുഖത്തെഴുത്തുമാണ് ഉണ്ടാവുക. വീടുകളിലെത്തുന്ന മാരിത്തെയ്യങ്ങൾക്ക് വീട്ടുകാർ അരി, തിരി, എണ്ണ, ദക്ഷിണ എന്നിവ നൽകി സ്വീകരിക്കുന്നു. തെയ്യം തുടികൊട്ടിപ്പാടി വീട്ടുകളിലെ സകല ആദിയും വ്യാധിയും തങ്ങളിലേക്ക് ആവാഹിക്കുകയും വീട്ടുമുറ്റത്ത് വെച്ച് അരിയും ഉഴുന്നും വഴിപാടായി സ്വീകരിച്ച് ദുരിതങ്ങളെല്ലാം അകറ്റുകയും ചെയ്യുന്നു. ഐതിഹ്യമനുസരിച്ച് നാട്ടിൽ വിതയ്ക്കുന്ന രോഗപീഠകളെയും നാടുകടത്താൻ മാടായിക്കാവിലമ്മ തന്നെ നിയോഗിച്ചവരാണ് മാരിത്തെയ്യങ്ങൾ. നാട്ടിലെ സകല വീടുകളിലും കയറി ദുരിതങ്ങളെയും രോഗങ്ങളെയും തങ്ങളിലേക്ക് ആവാഹിക്കുന്ന മാരിത്തെയ്യങ്ങൾ അവയൊക്കെയും മാടായിക്കാവിലമ്മയുടെ പാദങ്ങളിൽ സമർപ്പിച്ച് കടലിലേക്ക് ഒഴുക്കി നാടിനെ ശുദ്ധീകരിക്കുന്നു എന്നാണ് സങ്കല്പം. ദേവിയുടെ കൽപ്പനയനുസരിച്ച് ലോക കല്യാണത്തിനായി ഇറങ്ങിത്തിരിച്ച ദേവഗണങ്ങളായാണ് ജനങ്ങൾ മാരിത്തെയ്യങ്ങളെ കാണുന്നത്. കർക്കിടകം 16-ാം തീയതി രാവിലെ മാടായിക്കാവിൽ നിന്ന് പുറപ്പെടുന്ന മാരിത്തെയ്യങ്ങൾ ഉച്ചയോടെയാണ് ക്ഷേത്രമുറ്റത്ത് തിരിച്ചെത്തുന്നത്. ഏകദേശം 10 മണിക്ക് പുറപ്പെട്ട് 12 മണിക്ക് തിരിച്ചെത്തിയാൽ വിശേഷാൽ പായസം നൽകി ചടങ്ങുകൾ പൂർത്തിയാക്കുന്നു. എൻ്റെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ.